ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഈദ് മുബാറക്ക്. അപ്പോൾ പുതിയരുത്തി പള്ളിയിലാണെന്ന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഉച്ചയ്ക്ക് ജുമയുണ്ട്. അപ്പോൾ പള്ളി നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉപ്പയുടെ അടുത്ത് ഖബർസ്ഥാനിലേക്ക് പോവാണ്. അവിടെ ഖബർസ്ഥാനിൽ ഉപ്പ് മാത്രമല്ല വേണ്ടപ്പെട്ടവർ ഒരുപാടുണ്ട്. അപ്പോൾ ഖബർസ്ഥാനിലേക്ക് പോകണം. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരണം. അതിനിടയ്ക്കുള്ള വിശേഷങ്ങൾ വേറെ ഒന്നും എന്താ വെച്ചാൽ വണ്ടിയുടെ ചാവി പോയി, ആകെ പെട്ട് ഗൈസ്. വണ്ടിയുടെ ചാവി പോയി, അവിടുന്ന് വണ്ടി ഉരുട്ടിയാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇതുവരെ ചാവി കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കേണ്ടി വരും. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. തുണി എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് മിസ്സായതാണ് സംശയം. അത് കഴിഞ്ഞ ശേഷം നേരെ വന്ന് ഞങ്ങൾ കാലത്തെ ഭക്ഷണം നല്ല പത്തിരിയും ബീഫും തേങ്ങാപ്പാലൊക്കെ കൂട്ടി ഞാനൊക്കെയും അതുപോലെ തന്നെ മക്കളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച്. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. പെരുന്നാളായിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ കുട്ടിപ്പട്ടാളം മൊത്തം വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളാണ്. പക്ഷെ നമ്മുടെ കുട്ടികളാണ് അവരിപ്പോൾ ബോളേറ്റ് വന്നിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും എല്ലാവരും ഓരോ ഡ്രസ്സ് ഇട്ടിട്ട്, പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ നമുക്ക് കാണണം. മാത്രമല്ല നമുക്കിന്ന് അടിച്ച് പൊളിക്കണം. നമ്മുടെ എല്ലാവരും ഉണ്ടല്ലേ, ബോളൊക്കെ കൊടുക്കുന്നുണ്ട്, തകർത്ത് പൊളിക്കും നമ്മൾ. പെരുന്നാളായിട്ട് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമൊന്നും നമുക്കില്ല അല്ലേ. ഇതാ ഞങ്ങളൊരാളിത് അവിടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. വാവ്, അടിപൊളി. എന്താണ് ഇത്? വേറൊരാള് ബോളർ, ഫുട്ബോളറാ കേട്ടാ. പക്ഷെ കയ്യേറ്റ തട്ടുന്നുള്ളൂ. നേയാന്റെ ഉണ്ണിയാണ്. എന്താ പേര്? ഇബ്രാഹിം. നേനെ ഇബ്രാഹിം എത്ര വയസ്സായി? 1.5 വയസ്സായി ഇബ്രാഹിന്. ഇബ്രാഹിനെ വീട്ടിലെന്താ വിളിക്കുക? ഇബ്രു. സിനാനെ പെരുന്നാൾ ഡ്രസ് എവിടെ? വീട്ടിലുണ്ട്. എവിടെ കൊടുക്കടാ? മോനക്ക് ബോൾ കൊടുക്കടാ. മേരോ എന്താ ഡ്രസ് ഊരിന്റെ ഡ്രസ് എന്തേ? ഡ്രസ് ഇടാത്തന്തേ? പുതിയ ഡ്രസ് എവിടെ? എന്താ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടാ. ഇനി ബാക്കിയുള്ളവരോടെ ബോള് തട്ട. ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അടിപൊളി ഷർട്ടൊക്കെ ഇട്ടിട്ട്. എവിടെ എടുത്ത ഡ്രസ്? സ്റ്റൈൽ യൂണിയൻ എവിടെ? തൃശ്ശൂര്. ഇതവിടെ പെരുന്നാൾ ഡ്രസ്സ് കൂരിട്ട് ആളതാ ഡ്രസ്സ് ഇടിപ്പിക്കണ്. എവിടെക്കാ പോണ്? ഓക്കേ. ഇതാ പെരുന്നാളിന് പുത്തൻ വെള്ള ഉടുപ്പിട്ടിട്ട് വേറൊരാള്. ഇന്ന് അടിപൊളിയാണ്. പെരുന്നാൾ വൈബാക്കണം. പെരുന്നാളിന് ബീഫും മീനും ഒക്കെ നല്ല ഉഷാറായിട്ട് തിന്നാൻ വേണ്ടി നടക്കുകയാണ്. അയൽവക്കത്തൊന്നും പോകണ്ട, ഇവിടെ തന്നെ കിട്ടും. നിക്കവിടെ. അതിനടുക്കതാ പെരുന്നാളിന് അടിപൊളി പുതിയ മാക്സി ഒക്കെ ഇട്ടിട്ടതാ ഞങ്ങളെ ഉമ്മ. 4 മക്കളുടെ ഉമ്മ. മൂത്ത മോൻ ഷാഫി, 2ാമത്തെ മോൻ ഷഫീഖ്, 3ാമത്തെ മോൻ ഞാൻ ഷിഹാബ്, 4ാമത്തെ മോള് ഷാഹിന. 3 ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടിയാണ്. പെങ്ങള് മക്കളെ എന്താ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ വീഡിയോ എടുക്കണമെന്ന് അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളെ ഉമ്മയാണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ എടുക്കും. അപ്പൊ അത് സഹിക്കാൻ ഞങ്ങൾ തെറ്റായതൊന്നും ചെയ്യണില്ല. പടച്ചോനെ നിരക്കാത്തത് ഞങ്ങൾ ചെയ്യണില്ല. ഞങ്ങളൊരു വ്ളോഗ് മാത്രമേ എടുക്കണുള്ളൂ. അപ്പൊ നിങ്ങൾ സുന്ദരിയായിട്ടിരുന്നുള്ളൂ. ഓക്കെ, റെഡി? അതിനിടയ്ക്ക് എല്ലാവരും പെരുന്നാളിന് എൻജോയ്മെന്റ് ചെയ്യുമ്പോൾ വീണ്ടും മേയർ വന്നിട്ട് സ്ഥിരം ചെയ്യണ ഈ പരിപാടി അങ്ങനെ ഞാൻ മൊബൈലിൽ ഞാൻ എറിഞ്ഞാൻ പൊട്ടി. പെരുന്നാളിന് എൻജോയ്മെന്റ് ചെയ്യും. ഓക്കെ. വിജയമാശ മോളിതാ പോയിക്കൊണ്ടിരിക്കണത് സൈഡിൽ കൂടെ. മോളെ അതിലിടയ്ക്ക് പെരുന്നാളിന് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കണ്ടല്ലോ. ഈ വീഡിയോ കുറച്ചു നേരം എന്റെ ക്യാമറമാൻ മെഹർസൈന് കൈമാറാൻ പോവാണ്. മേരോ വീഡിയോ എടുക്കൂലേ? എന്റെ ക്യാമറമാനാണ്. ഞാൻ ഈ പോണടത്തൊക്കെ വരെ കൊണ്ടുപോകും. ഞാൻ നോക്കി പറഞ്ഞു. കളി തുടങ്ങിയിട്ടുള്ള കേസ്. നായി കഥക്കണ പോലെ കഥക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്റെ മോള്, എന്റെ മുത്ത് മോളിന്റെ ഡ്രസ്സ് മാറിയിട്ടാണ്. നീക്കി കാണട്ടെ ബാബു. നോക്കിയേ ഇങ്ങനെ നിക്ക്. എന്റെ പൊന്നെ പൊളിച്ചിട്ടാ. പച്ച ഡ്രസ്സാണ് എന്റെ മോള് ഇട്ടിട്ട് വന്നുള്ളത്. സൂപ്പറായിട്ട് അടിപൊളി. ലിപ്റ്റിക് ഒക്കെ ഇട്ടുണ്ടല്ലോ. ഒടച്ചോനെ പാവം ഇപ്പൊ ചെറിയ പനിയാണ്. സന്ധിക്കും പറയും പനി മാറി ഞങ്ങൾ ഉഷാറായിട്ട് ഈ ഫീൽഡിൽ തിരിച്ചു വരുന്നതാണ്. എന്താ പിന്നെ എന്ത് ചുണ്ടുമ്പോ നോട്ടെ ബാബു. അടിപൊളിയായിട്ടാ. ഇതാ ഇനി എന്റെ മകന്റെ എൻട്രി ആണ് കേട്ടാ. നമ്മുടെ വീട്ടിലെ ദുൽഖർ സൽമാനാണ് കേട്ടാ വരുന്നിട്ടാ. പച്ചയും വൈറ്റ് ഷർട്ടും. ഇവിടെ ഒരാൾ ഇവിടെ കോറസ് വരുന്നുണ്ട് വെച്ചേട്ടാ. എന്റെ മോനെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ.
അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടാ. നല്ല അടിപൊളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇതെന്റെ മോള് നല്ല മണി തന്നെ നല്ല സ്റ്റൈലായിട്ട് നിക്ക് യോ വാക്കേ. അപ്പൊ ഞങ്ങളിവിടെ ഒരു ഉഗ്ര മത്സരം നടക്കാൻ പോണു. ഉഗ്ര മത്സരം. അപ്പൊ ഞങ്ങളുടെ ടീമിൽ ഞാനും എന്റെ മെഹറുമാണ് ശക്തിമാൻ. ഈ ഊരിന്റെ ശക്തിമാനാണ്. ഈ ഊരിന്റെ ശക്തിമാനാണ് ഞങ്ങൾ ടീമിൽ കളിക്കാൻ പോവാണ്. മെഹർസൈൻ പേര് മെഹർസൈൻ. ഉണ്ണിയുടെ മേലേക്ക് ബോളിട്ടു. ഉണ്ണിനാണ്ട് നിൽക്കുന്നത്. ആ അപ്പൊ അവിടെ കളിക്കുന്നത് നല്ല വൃത്തിയെടുക്കണ്ട ക്യാമറമാൻ, അല്ലെങ്കിൽ നല്ല ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഈ ടീമിലുള്ളത് ഷുഹൈബ്. ഇവിടുത്തെ നല്ല പ്ലെയർ ആട്ടോ, നല്ല അഭിപ്രായമുള്ള പ്ലെയറാണ്. അതുപോലെ എന്ത് സൈക്കിളൊക്കെ ചോട്ടൂന് ബൈസിക്കിൾ. ഓക്കെ ബൈസിക്കിൾ കളിക്കും. ഇവൻ നല്ല പ്ലെയറാണ്. നയാൻ, പുതിയ നയാൻ നല്ല പ്ലെയറാണ്. അപ്പൊ ഇവരാണ് ഞങ്ങൾ വെച്ചുമുട്ടാൻ പോണത് എന്റെ ടീമിൽ. ശക്തിമാൻ ഇത് റഫറി. ഓക്കെ റഫറി. ഓക്കെ ഞാൻ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഞങ്ങൾ ടച്ചേക്കും, കാരണം ഞങ്ങൾ പ്രായമുള്ളവരെ കളിയാറില്ല. ഓക്കെ ഗോൾ കിട്ടിയിരിക്കുകയാണ്. വളരെ നിരാശകരമായ മെറോ. അയ്യോ വീണ്ടും ഒരു ഗോൾ കിട്ടിയിരിക്കുകയാണ്. 2 ഗോളിന് തോറ്റിക്കണം മെറോ. എന്റെ കൂടെ വരണോ? റെഡിയല്ലേ? ഓക്കെ. ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് മെറോ. അയ്യോ ഡിഫെൻഡിങ്. ഗോൾ 2 ഗോൾ. നാല്. എന്താ ചെയ്യുമേ? നീ കഥച്ചിട്ട് നായി കഥക്കണ പോലെയാണ് ഞാൻ കഥക്കണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബത്തെ ഐശുമാനെ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാറിന് വരുന്നുള്ളൂ. ഇത് അടിപൊളി പെരുന്നാൾ ഡ്രസ് ഇട്ടിട്ട് സുന്ദരിയായിട്ട് വരികയാണ്. സ്റ്റൈലി വാ ചിരിച്ചേ. അത് അതുപോലെ വിളിക്കുന്നുണ്ട്. 2 പേരും നല്ല രസമുണ്ട്. എല്ലാവരും ഡ്രസ്സ് രസമുണ്ട്. ഇതാരും വന്നിക്കണ് നമ്മുടെ പുതിയ അതിഥി അല്ല, നമ്മുടെ അമ്മയുടെ മോന്റെ മോളാണ്. എന്താ പേര്? മോളെ പേര് മേസിൻ. അപ്പൊ 3 ആൾക്കാർ സൂപ്പർ ആയിട്ടുണ്ട്. ഷാർ. ഇതിലിടയ്ക്ക് ഈ നാട്ടിലെ പുതിയ യൂട്യൂബ് ചാനൽ ചാലഞ്ച്. എന്താണ് ചാനലിന്റെ പേര്? ഫുഡ് ചാലഞ്ചാ. ഫുഡ് ചാലഞ്ച് തുടങ്ങിയ ചാനലിന്റെ ആൾക്കാരാണ് ഇത്. മുന്നാസും ഉണ്ട്. മുന്നാസ പെരുന്നാളിന് എന്താ ഉഷാറല്ലേ? പെരുന്നാൾ ഡ്രസ് ആണോ അത്? പെരുന്നാൾ ഡ്രസ് ഇട്ടിട്ട് വരണം. കുറച്ച് നമുക്ക് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കണം. ജുമാക്ക് ഡ്രസ് ഇട്ടിട്ട് എല്ലാവരും വരുമോ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ജുമാ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും പെരുന്നാൾ ഡ്രസ് ഇട്ട് വന്നിട്ട് നമ്മൾ റേറ്റിംഗ് ഇടും. എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് ഡ്രസ്സിന് ഒരു റേറ്റിംഗ് ഇടും. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ്. ഓക്കെ റെഡി? പിന്നെ ഞങ്ങൾ നേരെ ജുമാക്ക് പോയി. ജുമാൻസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ല നാടൻ ചോറും മീൻ വറുത്തതും അതുപോലെ തന്നെ ചിക്കൻ വറുത്തതൊക്കെ ആയിട്ട് കഴിച്ച് മോരുകറി ഉണ്ട്. നല്ല നാടൻ ഭക്ഷണമാണ് ആക്കിയത്. കാരണം സ്ഥിരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലായിടത്തും ബിരിയാണി ആണല്ലോ, അത് മാറ്റി പിടിച്ച് നാടൻ ചോറിലേക്ക് കടന്നു. അപ്പോഴത്തേനും റഹ്മത്തും നമ്മുടെ സമീർ റഹ്മാനും പച്ചകൾ കൊണ്ട് മൂടിക്കൊണ്ട് പച്ച ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ മുകളിൽ വരുന്ന എല്ലാവരും ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കിലാണുള്ളത്. ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിട്ട് സ്റ്റാറ്റസ് വെക്കേണ്ടിയല്ലേ, പെരുന്നാളിൻ്റെ ഒരു വൈബ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതാ ബാബിയും നമ്മൾ ലിനമോളും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, മൊബൈൽ നോക്കി ഇരിക്കുകയാണ്, ഫോട്ടോസൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാളെ ഫോട്ടോ എടുക്കാണ്ടി നിർത്തിയാണ്. നോക്കുമ്പോ ആള് പക്ക ഫ്രീക്കായിട്ട് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കണ്. ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടെ ഫോട്ടോഷൂട്ട് കണ്ടത്.
ഇതവിടെ വെയിലത്തുനിന്ന് രണ്ടാൾക്കാരും അമ്പ കളിയാണ്. അപൂർവങ്ങളിൽ അപൂർവം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇവർ രണ്ടാളും ഒരിക്കലും യോജിക്കാറില്ല, എപ്പോഴും തല്ലാണ്. അപ്പൊ നമ്മളിവിടെ ഡ്രസ്സിൽ കാണിച്ചാൽ പല ടൈപ്പ് ഡ്രസ്സുകളാണ് ഇട്ടിട്ടുള്ളത് എനിക്ക്. അപ്പൊ ഓരോ ടൈപ്പ് ഡ്രസ്സിൽ കാണിച്ചാൽ നമ്മുടെ നയാന്റെ ഈ ഷർട്ട്, വരയും ഷർട്ടും, അതുപോലെ തന്നെ ഈ പാന്റ് പുതിയ വലിയ ബാഗിയാണ്. എന്തൊക്കെ പേര് ഈ പാന്റിന്? സൂപ്പർ ബാഗി. അതുപോലെ ഈ ബ്ലൂ ജീൻസ് ഷർട്ട്, ഇതും സൂപ്പർ ബാഗിയാണ്. അതുപോലെ ഈ ഷർട്ട്, അതുപോലെ ഐഷുമ്മയുടെ ഈ ഷർട്ട് പാന്റ്, അതുപോലെ സീനാന്റെ മെഹറൂന്റെ ഈ സ്റ്റൈലിഷ് ലുക്ക്, അതുപോലെ ലാച്ചുവിന്റെ നമ്മുടെ ലാച്ചുവിന്റെ ഈ കളറ് കാപ്പി കളറും ഇതും, അതുപോലെ പച്ച ഡ്രസ്സ്, ഇത് സ്ലേറ്റ് കളർ ഡ്രസ്സ്, അതുപോലെ നമ്മുടെ ഷുഹൈബിന്റെ ഈ ഷർട്ടും ഈ വലിയ ബാഗി പാന്റും, അതേപോലെ അമിലുവിന്റെ ഇതും. അതുപോലെ ഇനി വേറൊരാളെ കാണിക്കാണ് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ എടുത്തോണ്ടിരിക്കണേ ക്യാമറമാന്റെ കോസ്റ്റ്യൂംസ് സ്റ്റൈൽ ചെയ്യുന്നു. യെസ്, എല്ലാവരും ഓരോ സ്റ്റൈല് പിടിച്ചോ നോക്കട്ടെ. ഇത്തിരി സ്റ്റൈലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ടോപ്പ് ഡ്രസ്സ് ആരാന്നുള്ളവർക്ക് അവർക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ആരാന്ന് പറയട്ടെ, പിടിക്കും. സത്യം പറഞ്ഞാൽ ഇതിൽ എല്ലാവരും ഡ്രസ്സും എല്ലാവരും ടോപ്പായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരാൾ വെച്ചിട്ട് സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, എല്ലായിടത്തും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ആർക്കും ഗിഫ്റ്റ് ഇല്ല, എല്ലാവരും സൂപ്പർ. ഒരാളൂടി വന്നിട്ടുണ്ട്. മോനെ അപ്പൊ ഈ പെരുന്നാളിന് നമ്മുടെ എല്ലാവരും ഡ്രസ്സുകൾ എടുത്ത് എല്ലാവരും എടുത്ത്, പക്ഷെ ഇപ്പോഴും ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റാത്ത നമ്മുടെ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പലസ്തീനിലെ ഗാസയിൽ ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സും ഇല്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ പെരുന്നാളിന് എല്ലാവർക്കും നല്ല വസ്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഭയങ്കര ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ ഈ വസ്ത്രം പോലും ഇടാതെ പെരുന്നാൾ പോലും ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. അപ്പൊ യുദ്ധമൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. നിങ്ങൾ എല്ലാവരുടെ ഡ്രസ്സും സൂപ്പർ ആയിട്ടുണ്ട്. ഒരാൾ നല്ലൊരാള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഡ്രസ്സ് എടുത്ത് അല്ലെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുക. നയാന് വിഷമം ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ നയാന് ഭയങ്കര വൈബായിട്ടാണ് വന്നുള്ളത്. വലിയ ബാഗി പാന്റ് ഷർട്ട് ഇട്ടിട്ട് ഗിഫ്റ്റ് കിട്ടും വിചാരിച്ചല്ലേ? അപ്പൊ ഗിഫ്റ്റ് തരാം, ഓരോ ഗ്ലാസ് പായസം കുടിക്കാൻ നമുക്ക്. ഓക്കെ, റെഡി. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.